ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ല, നമ്മുടെ CS റാങ്കിലെ കുറച്ച് ഹൈഡ് ആൻഡ് പ്ലേസ് ടിപ്സ് ആൻഡ് ബഗ്സിനെ പല വീഡിയോസായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ഇപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളെന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന ഇതേപോലത്തെ കണ്ടൻറ്റും കാര്യങ്ങളുടെയൊക്കെ നോട്ടീഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഇപ്പം നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഐറ്റം നമുക്ക് ആവശ്യമുള്ള വെറും ഗ്ലൂവാളോ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം കുത്തിപ്പിടിക്കാൻ പറ്റിയൊരു ഗണ്ണ് SMG ബുള്ളറ്റ് ആണെങ്കിൽ അത്രയും ബെറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കുത്തിപ്പിടിക്കാൻ പറ്റിയൊരു ഗണ്ണ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഞാൻ ഇരിക്കുന്ന പോലെ നിങ്ങളും ഈ ഒരു സ്പോട്ടിലുണ്ട്, നിങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ ഇരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഗ്രാനേഡോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഗ്രാനേഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഹുക്ക് ചെയ്ത് എറിയാണെന്ന് നിങ്ങൾക്ക് അവരെ പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. അതുപോലെ തന്നെ എനിമീസൊക്കെ അധികം ഈ ഭാഗത്ത് താഴത്തുകൂടെ മേൽക്കൂടെയൊക്കെ അധികം എനിമീസ് വരാറ്, അവരെയൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം പ്ലേസ് എത്ര പേർക്ക് അറിയാം, അതുകൂടെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതായിട്ട് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ അടുത്ത ഐറ്റം പ്ലേസ് അവിടെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഐറ്റം പ്ലേസ് നമുക്ക് ആവശ്യമുള്ള ഒരു ഗ്ലൂവാൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഞാനിടുന്ന പോലെ നിങ്ങൾ കറക്റ്റ് ഈ ഒരു ഭാഗത്തുണ്ട് ഒരു ഗ്ലൂവാൾ ഇടുന്നത്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു പച്ച ഡ്രം എന്താ സംഭവമുള്ള അതിന് മേലോട്ട് ചോട്ടി കയറണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേടിക്കാൻ മൊത്തം വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. മുന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതാണ് എൻ്റെ ഓർമ്മ. കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇനി അത് മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ജസ്റ്റ് ഒന്ന് കണ്ടേക്കുക, ഇനി കണ്ടവരാണെങ്കിൽ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇവിടെ കയറിക്കാൻ നിങ്ങൾക്ക് നരുതിക്കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ രണ്ടാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ലെന്ന് നമുക്ക് നേരെ നമ്മൾ അടുത്ത ഐറ്റം പ്ലേസ് അവിടെ നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഐറ്റം പ്ലേസ് നമുക്ക് ആവശ്യമുള്ള ഗ്ലൂവാളോ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം ലോങ് അടിക്കാൻ പറ്റിയ ഒരു ഗണ്ണ്, ലോങ് അടിക്കാൻ പറ്റിയ ഗണ്ണാവുന്ന ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ കയറുന്ന പോലെ നിങ്ങൾ കയറിയിട്ട് ഈ ഒരു ഭാഗത്ത് കൂടെ നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ നിങ്ങൾ കയറിയിട്ട് ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ലോങ്ങിലൂടെ വരുന്ന എനിമീസ്, അതുപോലെ ബാക്കിലൂടെയൊക്കെ വരുന്ന എനിമീസൊക്കെ ഉണ്ടല്ലോ, അവരെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ തന്നെ അടിയിലായിട്ട് ഒരുത്തന്നെ നൈസറിനെ സ്പോട്ട് ചെയ്തിട്ടാണ്, വഴിയൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ അവൻ നൈസറിനെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, പുറത്തോട്ട് ഇറങ്ങിയിട്ട് വിചാരിച്ച് നിൽക്കണം. അപ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ട് നരുതിക്ക് ഡാമേജ് കൊടുത്ത് നൈസായിട്ട് തന്നെ അവനെ നോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളും കളിക്കാൻ നിങ്ങൾക്ക് നരുതിക്ക് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ മൂന്നാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം പ്ലേസ് എത്രട്ടേർക്ക് അറിയാം അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലൂടെയൊക്കെ വരുന്ന എനിമീസൊക്കെ ഉണ്ടല്ലോ അവരെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ അടുത്ത സ്പോട്ട് എവിടെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ നാലാമത്തെ ഐറ്റം പ്ലേസ് നമുക്ക് ഗ്ലൂവാളോ കാര്യങ്ങളൊന്നും വേണ്ടത് ഒരു സ്പോട്ടാണെങ്കിൽ വേണ്ടി നമുക്ക് പറയാം. അത്യാവശ്യം ഒരു കുത്തിപ്പിടിക്കാൻ പറ്റിയൊരു ഗണ്ണ്, ലോങ് അടിക്കാൻ പറ്റിയത് കുത്തിപ്പിടിക്കാൻ പറ്റിയൊരു ഗണ്ണായിട്ടാണ് എനിക്ക് ഈ ഒരു സ്പോട്ടിൽ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഞാൻ നിൽക്കുന്നത് നിങ്ങൾ ഈ ഒരു ഭാഗത്തോട് കറക്റ്റായിട്ട് നിങ്ങൾ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിക്ക് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ സൈഡിലൂടെയൊക്കെ എനിമീസ് വരാറുണ്ടാവും. അപ്പോൾ ഇതേപോലെ എനിമീസ് വരുന്ന നിങ്ങൾക്ക് അവരെ പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട്. അപ്പോൾ നിങ്ങൾ കളിക്കുന്ന സമയത്ത് നിങ്ങൾ പോലും ഇങ്ങോട്ട് ശ്രദ്ധിക്കാറുണ്ടായില്ല, അതേപോലെ എനിമീസ് ഇങ്ങോട്ട് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നല്ല രീതിക്ക് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം പ്ലേസാണ് ഈ ഒരു ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നാലാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, ബ്രോ ഫ്രണ്ടാക്കും എന്നൊക്കെ. അപ്പോൾ അവരേനൊക്കെ നമ്മൾ ഫ്രണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ജസ്റ്റ് നിങ്ങൾ റിക്വസ്റ്റ് ആയിട്ട് തന്നിട്ട് നിങ്ങളുടെ പേര് കൂടെ ജസ്റ്റ് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ഞാൻ നിങ്ങളെല്ലാവരും ഫ്രണ്ടാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന പകുതി മുക്കാൽ പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ 3K ലോഡിങ് നമ്മളെ 4K ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ 4K എന്ന വലിയൊരു മൈൻഡ് സ്റ്റോൺ നമ്മൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐറ്റം പ്ലേസ് എത്ര പേർക്ക് അതുകൂടെ വെച്ചിട്ട് കമൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ അടുത്ത ഐറ്റം പ്ലേസ് അവിടെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ഐറ്റം പ്ലേസ് നമുക്ക് ഗ്ലൂവാളോ കാര്യങ്ങളൊന്നും വേണ്ട. ഈ ഒരു സ്പോട്ടിൽ നിങ്ങൾക്ക് അത്യാവശ്യം ലോങ് അടിക്കുമ്പോൾ ചെറിയ ഗണ്ണ് മാത്രമേ വേണ്ടതുള്ളൂ. അപ്പോൾ നിങ്ങൾ ഞാൻ കയറുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്തോടെ കയറിയിട്ട് നിങ്ങളുടെ സൈഡിലായിട്ട് നിങ്ങൾ സർവൈവ് ചെയ്ത് നിൽക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു സൈഡിലൂടെ വരുന്ന എനിമീസിന്, അതായത് ബ്രിഡ്ജിലൂടെയൊക്കെ വരുന്ന എനിമീസിന് അവരെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. കാരണം എനിമീസ് പെട്ടെന്ന് ഓടി വരിക, അവരെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കുത്തിപ്പിടിച്ച് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുകൂടെ വരുന്ന എനിമീസിന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ അഞ്ചാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ സമയം കൊണ്ടാണെങ്കിൽ ഒരുത്തന്മാർ വന്ന്
നല്ല രീതിക്ക് അടിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് എടുത്ത് നൈസായിട്ട് നമ്മൾ സോണി ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ആർക്കില്ലാതെ നൈസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേറൊരു നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു. അവനെ നൈസായിട്ട് നമ്മൾ സോണി ആക്റ്റീവ് ആക്കി വിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ 5ാമത്തെ ഐറ്റം വെച്ചെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓടാൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോട്ടീസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ക്ഷമിക്കാൻ നമുക്ക് അടുത്ത വീഡിയോ ശരിയാക്കാം.